ഈദിനും ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇതിനങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിതാ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി പീസിനൊക്കെ എടുക്കൂലേ, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ഓയിലാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തതാ. 1/2 ബൗള് ഓയിൽ എടുത്തോ. പിന്നെ ഒരു 3 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്. 1 കിലോ റൈസും 1 കിലോ ചിക്കനും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ വലിയ പീസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ എടുക്കാം. ശേഷം ഇതൊരു 1 മണിക്കൂറെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാ. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട തിളച്ചപ്പോൾ അതിൻ്റെ കളറാണ് കേട്ടോ ഇത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പട്ടയാണ്. കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഞാൻ വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതൊരു 1/4 ഭാഗം വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കന് ബൗളിൽ മസാല പെരക്കിയത്, നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഡയറക്റ്റ് മസാല ആക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ശേഷം പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുക. അതിലേക്ക് സ്മോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചെടുക്കുക. എയറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ഡിപ്പിന് വേണ്ടിയിട്ട് ഒരു സവാള, ചെറിയൊരു തക്കാളി, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ഡിപ്പാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എയറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല കിടിലൻ റൈസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മതി, പക്ഷേ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു റൈസാണ്. ഒരു സ്പെഷ്യൽ റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. ഭയങ്കര ഈസി അല്ലേ, എന്തായാലും ട്രൈ ആക്കണം കേട്ടോ.